ശവ്വാൽ കഴിഞ്ഞാൽ ദുൽഹിജ്ജ വരും, ദുൽഖഅദ വരും, മുഹറം വരും, സഫർ വരും, റബീഉൽ അവ്വൽ വരും, റബീഉൽ ആഖിർ വരും, ജൂൺ പോകും, ജൂലൈ വരും, ആഗസ്റ്റ് വരും, ഒക്ടോബർ വരും, ശിശിരം പോകും, വസന്തം വരും, മഞ്ഞുകാലം വരും, മഴക്കാലം വരും, മൺസൂൺ കാലം വരും. കാലാവസ്ഥ അന്തരീക്ഷ മണ്ഡലത്തിൽ മാറിക്കൊണ്ടിരിക്കും. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പടച്ച റബ്ബിനെ ആരാധിക്കുന്ന വിശ്വാസി സമൂഹമേ, റമദാനിൽ മാത്രം അല്ലാഹുവിനെ ഓർക്കാതെ പിൽക്കാലഘട്ടത്തിൽ അല്ലാഹുവിനെ ഓർക്കണമെന്ന് പഠിപ്പിക്കാൻ, നിസ്കാരമായി സജീവമാകണമെന്ന് പഠിപ്പിക്കാൻ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ലാ തകൂനൂ കല്ലതീ, നിങ്ങളൊരു പെണ്ണിനെ പോലെ ആയിക്കൂടാ. ഏതാണ് ആ പെണ്ണെന്നറിയുമോ? നഖലത സലഹ മിൻ ബഅദി ഖുവ്വതി അൻകാഥ, വളരെ മനോഹരമായ നെയ്ത്തുശാലയിൽ പണിയെടുക്കുന്ന നെയ്ത്തുകാരിയായ പെണ്ണാണ്. പട്ടുവസ്ത്രം നെയ്തെടുക്കുന്ന നെയ്ത്തുകാരിയായ പെണ്ണ് പട്ടുനൂൽ കൊണ്ടുവന്നിട്ട് അതിൽ പകലുകളില്ലാതെ രാത്രികളില്ലാതെ ഉറക്കമില്ലാതെ ഊണില്ലാതെ സമയം മുഴുവനും ചെലവഴിച്ചിട്ട് ആ പെണ്ണിങ്ങനെ പട്ടുനൂലിങ്ങനെ നെയ്യുകയാണ്. അതിങ്ങനെ നെയ്ത് അവസാനം ഒരു പട്ടുവസ്ത്രമായിട്ട് അത് പരിണമിച്ചു മാറുമ്പോ അത് കൊണ്ടുപോയി കമ്പോളത്തിലങ്ങ് വെച്ചു കഴിഞ്ഞോ ആര് കണ്ടാലും മോഹവിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നിലയ്ക്ക് അതിമനോഹരമായിട്ട് പട്ടുവസ്ത്രം നെയ്യുന്ന ഒരു പെണ്ണിനെ ശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ആ പെണ്ണിന്റെ സ്വഭാവമായി നിങ്ങൾ മാറിക്കൂടാ. കാരണം എന്തേ? ആ പെണ്ണിനൊരു സ്വഭാവമുണ്ട്. അവൾ ഉറക്കില്ലാതെ നെയ്തെടുത്ത, അവർ ഊടില്ലാതെ നെയ്തെടുത്ത, പകലുകളെ രാത്രികളെ തിരിച്ചറിയാതെ അവൾ നെയ്തെടുത്ത ആ പരിശുദ്ധമായ ആര് കണ്ടാലും മോഹവിലേക്ക് വാങ്ങിപ്പോകുന്ന ആ കമ്പോളത്തിലെ കച്ചവട വസ്തുവാകുന്ന ആ പട്ടുവസ്ത്രമുണ്ടല്ലോ, അത് പരിപൂർണമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉപകാരപ്പെടുത്താതെ നിമ്പഴതി കൂവത്തി അങ്കാസ, ഓരോ നൂലുകൾ ഇങ്ങനെ ഇടയിൽ നിന്ന് വലിച്ചു പുറത്തേക്കെടുത്തിട്ട് ആ പട്ടുവസ്ത്രം നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനത്തിലാണ്. ആ പട്ടുവസ്ത്രം തകർത്ത് കളയുന്ന, ഒരു ഉപകാരമില്ലാത്ത നിലയ്ക്ക് തകർത്ത് കളയുന്ന പ്രവർത്തനത്തിലാണ് ആ പെണ്ണുള്ളത്. അതുകൊണ്ട് ആ പെണ്ണിന്റെ സ്വഭാവം നിങ്ങൾക്കുണ്ടായിക്കൂടാ. ഉമ്മമാരെ, കഴിഞ്ഞ റമദാനിന്റെ 1 മുതൽ 30 വരെ ഒറ്റ രാവുകളില് ഇത്തികാഫിന്റെ ജൽസയിലായിരുന്നു നാം. ഇത്തികാഫ് എന്ന ലൈലത്തുൽ ഖദർ എന്ന ഖുർആൻ പാരായണമെന്ന തറാവീഹ് നിസ്കാരമെന്ന ആരാധന മുറകളെന്ന് അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരാൻ കഴിയുന്നു. പടച്ച റബ്ബ് റമദാനിനെ ധന്യമാക്കാൻ പറഞ്ഞ ആരാധന മുറകളെ കൊണ്ട് കഴിഞ്ഞ 30 ദിനരാത്രങ്ങള് ആരാധന മുറകളാകുന്ന പട്ടുവസ്ത്രങ്ങളെ കൊണ്ട് ഒരു വസ്ത്രം നാം നെയ്തു വെച്ചിട്ടുണ്ട്. അത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വസ്ത്രമാണ്. അല്ലാഹുമ്മ അൽബിസ്നാ ലിബാസ തഖ്വാ. മഹാന്മാര് പ്രാർത്ഥിച്ചതുപോലെ എന്നെ ധരിപ്പിക്കേണ്ടത് സൂക്ഷ്മതയുടെ തഖ്വയുടെ കരുതലിന്റെ എല്ലാ റബ്ബിനെ ഭയപ്പാടിന്റെ ഭയഭക്തിയുടെ വസ്ത്രമാണ്. ആ ഭയഭക്തിയുടെ വസ്ത്രം കഴിഞ്ഞ റമദാനിന്റെ 30 പകലുകൾ 30 രാത്രികളിൽ നെയ്തെടുത്തിട്ടുണ്ട്. ആ നെയ്തെടുത്ത വസ്ത്രമുണ്ടല്ലോ, ഇനി സിനിമ കണ്ട് നശിപ്പിക്കരുത്, ഇനി സീരിയൽ കണ്ട് നശിപ്പിക്കരുത്, ഇനി ഫിത്ന പറഞ്ഞ് നശിപ്പിക്കരുത്, ഇനി ഫസാദ് പറഞ്ഞ് നശിപ്പിക്കരുത്, നിസ്കാരം മുടക്കിയിട്ട് ഫംഗ്ഷനുകളിലേക്ക് പോയിട്ട് നശിപ്പിക്കരുത്. റമദാനിൽ നിസ്കരിക്കണമെന്ന കർക്കശ നിലപാട് നിനക്ക് എത്രയുണ്ടായിരുന്നു? റമദാനിൽ ഖുർആൻ ഓതണമെന്ന, റമദാനിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന കർശനമായ നിലപാട് എന്റെ പ്രിയപ്പെട്ട പട്ടമിട്ട മളപൂരിന്റെ സ്വലാത്ത് മജ്‌ലിസിൽ ഓടിയെത്തുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കുണ്ടായിരുന്നു, എന്റെ ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു. അത് ശവ്വാലിലും ഉണ്ടാകണം, അത് ദുൽഖഅദിലും ഉണ്ടാകണം, അത് ദുൽഹിജ്ജയിലും ഉണ്ടാകണം. ഇലപൊടിയും രാവുകൾ കടന്നു പോകട്ടെ, ശിശിരം വരട്ടെ, വസന്തം വരട്ടെ, മഞ്ഞുകാലം കടന്നു വരട്ടെ, അതിശക്തമായ ശൈത്യകാലം കടന്നു വരട്ടെ, വേനൽക്കാലം കടന്നു വരട്ടെ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തില് അത് ക്രിസ്മസ് വന്നാലും ഓണം വന്നാലും ഈസ്റ്റർ വന്നാലോ അത് ഏത് ആഘോഷത്തിന്റെ രാവുകളാണെങ്കിലോ കഴിഞ്ഞ റമദാനിൽ ഞാൻ  ഞാൻ  ആർജിച്ചെടുത്ത ഒരു ചൈതന്യമുണ്ട്, അത് ഞാൻ നശിപ്പിച്ച് കളയൂല്ല.